ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് നല്ല വ്യത്യസ്ത രുചിയിൽ ഒരു മീൻ മപ്പാസ് തയ്യാറാക്കി നോക്കിയാലോ? അതും ഒരു പ്രത്യേകതരം ശൈലിയിൽ നമുക്കുണ്ടാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മീൻ തിലോപ്പിയ മീനാണ്. പിന്നെ അതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള കൂട്ടുകളാണ് ഇരിക്കുന്നത്. അപ്പം മീൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, കുരുമുളക് പൊടി, പുളി, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ ചിരണ്ടിയത്, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനിലേക്ക് മസാല പുരട്ടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്രയും മാത്രം മതി. അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രം എടുത്താൽ മതി. അത് നന്നായി പുരട്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനിടയിൽ കൂടെ നമുക്ക് തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കണം. അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാളയും അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുള്ളി, അത് വലിയ ഉള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ചെറിയതാണെങ്കിൽ അത് അതേപോലെ തന്നെ ചേർക്കണം മീനിലേക്ക്. സവാളയും ഒരിത്തിരി വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ഫ്രൈ ആയാൽ മതി കേട്ടോ. കാരണം ഒത്തിരി ഒന്നും അങ്ങോട്ട് ഫ്രൈ ആവണ്ട. 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് ഡ്രൈ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ മീൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി മറ്റൊരു മൺചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഒലിവയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇത് ചുവന്നുള്ളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ 2ആയിട്ട് മുറിച്ചിരിക്കുന്ന വെളുത്തുള്ളിയുമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ അങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടി ഒന്ന് മൊരിഞ്ഞൊന്ന് വന്നം. അതിനുശേഷം നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള അധികം മൊരിയേണ്ട കാര്യമില്ല. അത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ചുവന്നുള്ളിയാണ് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വരേണ്ടത്. അങ്ങനെ സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സവാള ഇത്രയും വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടി മീനിന് ഇത്തിരി കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇത്തിരി അധികം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മീൻ വറുക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി അതൊന്നും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് മസാല ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. കൂടുതൽ എണ്ണയൊന്നും ചേർക്കേണ്ട, കാരണം മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലും ഒത്തിരി എണ്ണ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയെല്ലാം റെഡിയായിട്ട് വന്നോളും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാനുണ്ട്. പാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ 2ആം പാല്, അതാണ് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ആ തേങ്ങാപ്പാലിൽ തന്നെ ഇതൊന്ന് വേകട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചാറൊക്കെ നല്ലതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിളച്ചതിന് ശേഷമാണല്ലോ. അപ്പോൾ തിളച്ച് കഴിഞ്ഞു. തിളച്ചപ്പോഴത്തേക്കും പുളിയും ഒരിത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് ആ പുളി ഒന്ന് ഇളകി വരുന്നത് വരെയും ഒന്നുകൂടി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. കാരണം ഈ മീൻ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത്തിരി അധികം സമയമെടുക്കും. കാരണം സമയമെടുത്താലും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര രുചി തന്നെയാണത്. അതുണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. കാരണം ഇത്രയും സാധനങ്ങളൊക്കെ ചേർക്കുമ്പോഴത്തേക്കും മീൻ കറിക്ക് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേക രുചിയുമായിരിക്കും. കാരണം തേങ്ങാപ്പാലിൽ പൊള്ളിച്ചെടുക്കുന്നതല്ലേ, നമ്മൾ വാഴയിലയിലൊക്കെ പൊള്ളിച്ചെടുക്കുന്ന അതേ രുചി തന്നെ ഇതിനും ഉണ്ടാവും. അപ്പം മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ മീൻ ഇതിപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട് പൊടിഞ്ഞൊന്നും പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതൊന്ന് ചാറിലേക്കൊന്ന് മുക്കിയിട്ടാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതേപോലെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയും കഴിക്കാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം ചേർക്കുന്ന ആ 1ആം പാലിൻ്റെ രുചിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ എല്ലാ സ്റ്റൈലും എല്ലാ രുചിയും
അങ്ങോട്ട് മാറി വേറൊരു പ്രത്യേക രുചി കിട്ടാൻ പോകുന്നത്. ഇതിപ്പോൾ സാധാരണ ഒരു മീൻ കറി പോലെ തന്നെ ആയിരിക്കും, നല്ല ഗ്രേവിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാലൂടെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഇതൊന്ന് ചെറുതായിട്ട് ആ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒരൊറ്റ തിള, അത്രയേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരിപാടി. ഇനി അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പം മീൻ കറി ഇപ്പോൾ ചാറൊക്കെ ഒന്നും കുറുകിയിട്ടില്ല, അതേപോലെ ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ചേക്കാം, കാരണം ഇപ്പോൾ സ്റ്റൗവെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് തന്നെ ഒന്ന് നോക്കിക്കളയാം. അപ്പോൾ എന്തായാലും നമുക്ക് മൂടി വെക്കാം. നമ്മളുടെ മീൻ കറി ഇപ്പോൾ എല്ലാ കാര്യത്തിലും റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഇനി ഒരല്പസമയം കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനുള്ള ആ ഒരു സമയമാകുമ്പോഴത്തേക്കും തുറന്നാൽ മതി. അപ്പോഴേക്കും ഇതെല്ലാം ചാറെല്ലാം സെറ്റായി പുളിയെല്ലാം പിടിച്ച് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ ഈ മീൻ കറി തുറന്നു, കണ്ടോ ചാറൊക്കെ കുറുകി. ആ തിക്നെസ് തന്നെ ഒന്ന് നോക്കിക്കേ, ആ എണ്ണയും മുളകും എല്ലാം കൂടി അങ്ങോട്ട് മേളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ ചാറെല്ലാം കുറുകി ആ മീൻ കറിയുടെ ആ രീതി തന്നെ മാറിപ്പോയില്ലേ. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മീൻ മപ്പാസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ തന്നെ മീൻ മേടിക്കുമ്പോഴത്തേക്കും ചെറിയ പീസായിട്ട് അരിഞ്ഞ് ഫ്രൈ ചെയ്തിട്ട് ഒന്നും ഉണ്ടാക്കി നോക്കൂ. ഇതിന് പറ്റിയ മീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിലോപ്പി, കരിമീൻ, നെയ്മീൻ, ഇതൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ രുചി തരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും ഇത് ഉണ്ടാക്കി നോക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചാറൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കോരി ഒഴിക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ഹലോ.